ചെറുപയർ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് പയറാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കണം. ഉപ്പിടാതെയാണ് വേവിച്ചെടുത്തത്. അത് പാകത്തിന് വെന്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു തേങ്ങയുടെ പകുതി, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 3-4 ചെറിയ കഷ്ണം വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പിലയും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. പയർ ഉപ്പിടാതെയാണ് വേവിച്ചെടുത്തത്. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. കുറച്ച് സമയം ആവിയിലിരുന്ന് തന്നെ അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ മാറി വരുമ്പോൾ തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം.